സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരവോടെ സമീപിക്കാം. അനുതാപത്തിനും നിളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടും കൂടെ. അങ്ങയുടെ സന്നിധിയിലെ പ്രസന്നമായി ആവരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും അങ്ങയോട് ചെയ്ത പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതോടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേശനായ സർവ്വേശ്വരനായ ദൈവമേ, കൃപാപൂർണ്ണായ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയുടെ രക്ഷിക്കണമേ. സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. കുർബാന വിശുദ്ധത്തിലുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിൽ അവിടുത്തെ എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്നവർക്കായി ശോഭിച്ച കൃപാവരമത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മരത്തിൽ നിന്നുള്ള ഫലം കല്ലറയിലേക്കുള്ള വഴി തുറന്നുവെങ്കിൽ നമ്മുടെ വംശത്തിന്റെ പ്രത്യാശയായ മിശിഹ നമ്മൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു തന്നു. രക്ഷ അറിയിക്കുന്നവരുടെ സ്വർഗം കേട്ട് മരിച്ചവർ ജീവിക്കുകയും അവർ നൽകുകയും ചെയ്യുന്നു. സഹോദരരെ, ഒരുവൻ വിഷയായിട്ട് തിരിച്ചറിഞ്ഞ സ്വീകരിച്ച് മരിച്ചവരുടെ ഉയർത്ത് നമുക്ക് പ്രഘോഷിക്കാം. മനുഷ്യത്തിന്റെ പ്രത്യാശയായ ശിരാജങ്ങളെ ഭക്ഷിക്കാതിന് ശരീരവും പാനം ചെയ്ത രക്തവും ദുഷ്ടാവധി കാരണമാകാതെ കടങ്ങളുടെ പൊടിക്കും പാപങ്ങളുടെ മരണത്ത് നിന്റെ സന്നിധിയിൽ സന്തോഷിക്കും ദാനമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മക്കളായ ഞങ്ങളുടെ ജീവിതാനുഭവം ദൈവികമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രതി അങ്ങയുടെ മകനീയ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പാപങ്ങളും മോചിക്കുകയും അപരാധങ്ങളെ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതത്തിലാരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ, കാഴ്ചകൾ അനവരതം കൈകൊണ്ടരുളണമേ. യോബുമണച്ചൊരു ബലിയിൽ നീ കൃപയാർന്നതുപോലെ ഈ ബലിയും കൃപയോട് തൃക്കൻ പാർക്കണമേ. സ്ത്രീകന്മാർ ഇവരുടെ ബലിയും വിധവയുടെ കാണിക്കയതും കൈക്കൊണ്ട നാഥ കനിയണം നീ ബലിയിൽ. കരുണാനിധിയാം കർത്താവേ, ചേർക്കണമേ നിൻ ദാസനെയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ. നിന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമഖിലർക്കും കരുണയുടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ സ്ഫൂർത്തി ലഭിക്കുന്നവർ ഇടത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിലും സൗഭാഗ്യത്തിന്റെ മൗനവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും ശുശ്രൂഷകരെയും മൊഴികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഭാഗം പള്ളിയിൽ വെച്ചുകൊണ്ട് നടത്തുകയാണ്. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും ഈശോ മൃതരാമഹിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാൻ. കർത്താവിനെ ഞാൻ പ്രകൃതി
ശിക്ഷിക്കും. പ്രതിയാൽ തന്നെ പ്രതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. ശബ്ദമുയർത്തിയോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരെഴുന്നേൽക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാൻ നൽകണം ഉദ്ധാനം. ഇനി മാത്രം പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശം ഉദിച്ചു. കനകപ്രഭയിൽ കബരിടമൊഴിഞ്ഞം. അതിലുള്ളവരോ നാഥന് പുകഴ്പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതഖിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദാനമേവം സുതനം ഗൃഹായം. കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദിമുതലെന്നേക്കും ആമേൻ. ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടു പോകുന്ന നമ്മളുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സത്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. ആമേൻ. മനുഷ്യരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശുദ്ധയോടുകൂടി ഇയാളെ തന്റെ വളർത്തുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ആമേൻ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. വാത്സല്യമോടെ ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷ കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ഭൂമിയുടെ രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. പരിശുദ്ധമായ പരിപാലനങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ പൗരമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാശകളാൽ എന്റെ ആത്മാവിന് പാവനം ചൊല്ലുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകമായ പുരോഹിതരെ, ദൈവവചനങ്ങളാകും എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമൊന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്വർഗരാജ്യത്തിൽ നാം ലഭിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ ശ്രദ്ധിക്കുകയും മരണവിധേയരാകുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും തോൽക്കൊടി പോലെ ജീവിതമിടയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. ഗുണമായി കേൾക്കാം പുനരുത്ഥാനം.
വാഗ്ദാനങ്ങൾ തിങ്ങിമുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. മരണത്താലേ വിജയമണിഞ്ഞോ രുന്നതനുരനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. ഇന്നലെ നമ്മൾക്ക് വേർപെട്ടു പോയ കമ്പരയിൽ മേരിക്കുട്ടി ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന. This has been the worst and most difficult time for our family. But by the grace of God, മാത്യൂസ് യോളി മുഖായിട്ട് നൽകുന്നതാണ്. my brother and I stand here and we thank you for taking this time to be with us and our family. My name is Matthews and this is my brother Cyril and we are our dad's 2 kids. We have so many good memories of our dad because he always generously and wholeheartedly gave his time to us. When we were kids, he would spend the weekend mornings teaching us multiplication tables and the afternoons teaching us how to ride our bicycles. And in the evenings, we would go to the YMCA and he would teach us how to swim. If you ever met Daddy, you knew that he was a super fun-loving, always smiling, big personality person, always just trying to make you smile and enjoy everything. I'll always remember the little things with Daddy, how he would come home late from work every day, and when I was a kid watching TV late at night, and he would be eating food, when I would go upstairs to bed, he would always make sure to say goodnight. Even if I didn't hear him, he would say it again and again and again until I said it back. I'll always remember the things that we did together. I'll never forget me, Daddy, and Jetta. Every single time we would get a haircut, would always go and get food afterwards. No matter if Mommy was cooking at home or if there was leftover food. Daddy said it was a tradition him and Joshin did, and now it's going to be something that I do with my kids. One thing Daddy has taught me so well is my faith in God. It's very hard to have faith in God in a time like this when he takes away a loved one, but Daddy taught me that God always has a plan. Daddy told me Daddy hated someone crying. He would always say, "Why are you crying? God has a will and God has a way." Daddy would religiously every single day with our family do the rosary. And even if I had to go somewhere or I was trying to go out with my friends or I had homework to do or something, Daddy would always tell me, "Come down, do 1 decade with us, and then go do whatever you have to do." And that's something I'll never forget. That's what helps me stay strong and believe that God has a plan for all of us. Our other memories include the road trips we took to Philadelphia, Nanuet, and White Plains, water parks that we went to with families such as Splish Splash, our camping trips to Catskills with the church. Daddy took us on all of these and made all of these possible. During our sleepovers with family, even then, our whole family would make sure to say the rosary together, and it was always Daddy who insisted that we start and who put the idea forward. Another thing is, as we would say the rosary at home, Dad would make sure we read a chapter of the Bible together as a family. As Cyril and I read it in English, he would follow along in Malayalam and catch us if we tried to skip a paragraph to get through the reading faster. He loved us and he worked very hard for us.
When we were kids in elementary school, he would pick us up from school, walk us to the babysitter, then go to work, and he would only come home around midnight. When we got to high school, he came home from work, would sleep 6.5 or 7 hours, and then drive us to school in the morning, start his day again. All his life, he burned the candle at both ends for us. This has been a very difficult time for me and my family. But one thing that my uncle told me that helps get me through this a little bit is that the gardener picks the most beautiful flower first. And just like that, God chooses his greatest children first. Those are the ones that he brings up to him. God gave us our dad for many, many years, and he helped teach us many valuable lessons in life. He helped shape who we are today, and he's taught us everything that we know. Heaven has gained an angel with my dad, and I know that no matter what, I'll never be alone. My dad will always be with us and always watching out for our family. We trusted the resurrection of Jesus and the love of God, and we have hope that we will see our dad again. We know God has a plan for us and our family, and that he loves us, and that he will give us the strength to go on. We would like to close with a Bible verse, a Bible reading. It's from John chapter 14, verse 1 to 3. Do not let your hearts be troubled. Believe in God, believe also in me. In my Father's house there are many dwelling places. If it were not so, would I have told you that I go to prepare a place for you? And if I go and prepare a place for you, I will come again, I will take you to myself, so that where I am, there you may be also. This is the word of the Lord. Thanks be to God. കർത്താവേ, സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കണ്ണീരിലും അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. ഇനി കാണില്ല പ്രിയരേ നമ്മൾ ഈ ലോകത്തിൽ. ഇനി കാണില്ല പ്രിയരേ നമ്മൾ ഈ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാൻ അവിടെ പിരിയാൻ ഇപ്പോൾ കാണാൻ അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാം. നീതിമാന്മാർ
പിന്നിൽ മനസാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. Good evening, everyone. For those of you who do not know me, I am Thangachan's younger brother, Thomas Injanad. Due to the unfortunate circumstances of what our world is going through right now, we know that so many of you wanted to be here and mourn with us. Even though you were unable to be present for us in person, we thank you for being there and praying for us from wherever you are. We would like to extend our special thanks to all the priests who were able to conduct masses and offices service for us, enabling our family to come together from all over the world in these particular situations. These priests include Father Jose Tarakel, Vicar of St. Stephen Granay Catholic Church, Queens, New York; Father Saju Mulakat, Chaplain of San Juan Dios in Granada, Spain; Father Thomas Mulavanal, Vicar General of Syro Malabar Diocese of Chicago; Father Bibi Tarayel, Vicar of St. Mary's Granay Catholic Church, Rockland, New York. I would also like to thank all of the Thangachan Jetais and Shiba Chechi's parents, siblings, nieces, nephews, cousins, extended family members, friends, and community members from all around the world for our praying for Thangachan Jetai and giving support to our family. Special thanks to Kvtv channel for broadcasting live for our family members all over the world. Shiba Chechi, Matthews, and Cyril. On behalf of Injanad and Kongombare Kalail families, please know that we will all continue to be there for you. Our heartfelt condolence to you. Thank you. ഈ ദിവസങ്ങളിൽ നമുക്ക് വേർപെടുമായ പുത്തമ്പരയിലെ മേരിക്കുട്ടി ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പീസും ഇപ്പോൾ ചെയ്യുകയാണ്. മറ്റവരെ അർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുടെ കർത്താവേ, കരയുന്നവരെയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷിക്കാതെ നിന്നെ ആശ്രയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, നിന്റെ കർത്താവേ, നീ പ്രകൃതിക്കും മഹിമയുടെ നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല നിറത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാരം രക്ഷയുയരുന്നു.
ചേർക്കണമേ. അവരെല്ലാവരും ശേഷിച്ച മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപാപുത്രൻ റൂഹായേ പ്രധാനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. പിതാവിന്റെ കരുണയും നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുമാറാകട്ടെ. മകനീയമായ ഹൃദയത്തിൽ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആകാശത്തിലും ഭൂമിയിലും സ്ത്രേനാകുന്നു. ഞങ്ങളെ ഇവന്റെ കാരണവന്മാരുടെ പ്രത്യാശയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം ലോകപ്രാഗം ഇസഹാക്യാക്കോ മഹിതാശ്രയതൻ പരിപാവനമാം ബലികൾ പോലെ. ഗുരുവത്സലരാം ശ്ലീഹരു വരുമ്പോൾ വിനയാനിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലിപോൽ നാഥ. അഗാധം ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ. ചെറുകടന്നാൽ പാപോജിന്റെ പക്കൽ നിന്നാകുമല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാലക്കാരെ പോലെ ഇസ്രായേലിന്റെ കർത്താവിനെ
ഞങ്ങളുടെ ഈ സഹോദരനെ